നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. സംഭവബഹുലമായ ഒരു വർഷമാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2025 ഡിസംബർ 31 നമ്മൾ നിൽക്കുന്നത്. 2025 എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കായിക ചരിത്രത്തിൽ ഒരുപാട് വിജയങ്ങൾ ക്രിക്കറ്റിൽ ഉണ്ടായ വർഷമാണ്. ഇനി വരാനിരിക്കുന്നത് 2026 2026 എന്ന് പറയുമ്പോൾ ഒരുപാട് ലോകകപ്പുകൾ ഉള്ള ഒരു വർഷമാണ്. 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. അതുപോലെ T20 ലോകകപ്പ് ഉണ്ട്, വിമൻസ് T20 ലോകകപ്പ് ഉണ്ട്. അപ്പം അതുമാത്രമല്ല IPL ഉണ്ട്. എൻ്റെ കൂടെ ഫൈസൽ ഹംസ. അപ്പോൾ ഫൈസൽ, 2026 വരുമ്പോൾ ഒരു കായിക വർഷം തന്നെയാണ് 2026. ലോകകപ്പ്, ഫിഫ വേൾഡ് കപ്പ് വരുന്നു, T20 ലോകകപ്പ് വരുന്നു, T20 വിമൻസ് വേൾഡ് കപ്പ് വരുന്നു, IPL വരുന്നു, അങ്ങനെ ഒരുപാട് ഇവൻറ്റ്സ് വരുന്നു, കോമൺവെൽത്ത് ഗെയിംസ് വരുന്നു. അപ്പോൾ ഏത് ഇവൻ്റാണ് 2026 ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്? കായിക പ്രേമിയെ സംബന്ധിച്ചിടത്തോളം 4 വർഷത്തിലൊരിക്കൽ വിരുന്നെത്തുന്ന ലോകകപ്പ് ഫുട്ബോൾ എന്ന് പറയുന്നത് അതൊരു അവിസ്മരണീയ മുഹൂർത്തമാണ്. കാരണം 4 വർഷക്കാലത്തെ നോമ്പാണത്. കഴിഞ്ഞ ലോകകപ്പിൻ്റെ ഫൈനലിന് ശേഷമുള്ള നോമ്പെടുക്കലാണ്. കാരണം കടങ്ങൾ ഒരുപാട് വീട്ടാനുണ്ടാകും പല ആരാധകർക്കും, അല്ലെങ്കിൽ ചില ആരാധകർക്കൊക്കെ നേടിയ നേട്ടം ആവർത്തിക്കാനുണ്ടാകും. അപ്പോൾ ആ ഒരു കാത്തിരിപ്പിനൊരു വലിയ സുഖമുണ്ട്. അതിൻ്റെ ലോകകപ്പ് യോഗ്യതാ റൗണ്ട് പടിപടിയായി ഏതാണ്ട് ഒരു 1.5 വർഷം 2 വർഷം കഴിയുമ്പോഴേക്ക് അടുത്ത ലോകകപ്പിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് ലോകകപ്പ് ഫൈനൽ, അതായത് ലോകകപ്പ് ടൂർണമെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നടക്കുന്ന വർഷം എന്ന് പറയുന്നത് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതൊരു മാസക്കാലത്തെയല്ല. ഇപ്പോൾ കേരളത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ഖത്തർ ലോകകപ്പിൻ്റെ സമയത്ത് ഏതാണ്ട് ഒരു 2-3 മാസക്കാലം അതിൻ്റെ ഒരു ആഘോഷം തന്നെയായിരുന്നു. അതിനുള്ളൊരു കാത്തിരിപ്പാണ്. ഖത്തറിലായതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് നടക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ മലയാളികൾ ഏറ്റവും കൂടുതലുള്ളൊരു സ്ഥലമാണ് ഖത്തർ ലോകകപ്പൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു അനുഭവമുണ്ട്. അപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചൊരു ലോകകപ്പായിരുന്നു ഖത്തർ ലോകകപ്പ്. അപ്പോൾ ഈ 4 വർഷത്തിന് ശേഷം വരുമ്പോൾ ഇപ്പം ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ് ഫിഫ ലോകകപ്പ് നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, അർജന്റീന വീണ്ടും കിരീടം നിലനിർത്തുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ ലോകകപ്പിൽ നടക്കാൻ പോകുന്നത്? എന്തെങ്കിലും പ്രവചനങ്ങൾ? എന്തായാലും ഡ്രോ കഴിഞ്ഞതോടുകൂടെ തന്നെ ആരാധകർ വലിയ ആവേശമാണ്. ഇപ്പോൾ തന്നെ ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കണക്ക് കൂട്ടലുകളും കിഴിക്കലുകളും എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ആരൊക്കെ ആയിരിക്കും മുന്നേറുക, ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്ന് ആർക്കൊക്കെ സാധ്യതയുണ്ട് എന്നൊക്കെ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഫീവർ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തവണത്തെ ലോകകപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഖത്തർ ലോകകപ്പിൽ തന്നെ നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, നെയ്മർ ഈ താരങ്ങൾ അടുത്ത ലോകകപ്പിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരാശങ്കയൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ഫുട്ബോൾ ആരാധകർക്കും. അപ്പോൾ ഇത്തവണ എന്തായാലും അത് ഉറപ്പാണ്. ഈ ഇതിഹാസ താരങ്ങളെ ലോകകപ്പിൻ്റെ വേദിയിൽ അവസാനമായി കാണാനുള്ള ഒരു അവസരമായിരിക്കും ഇതെന്നാണ്. അതായത് അവർ കളിക്കുന്ന അവസാന ടൂർണമെൻ്റ് ആയിരിക്കും എന്ന് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും. അതായത് ഇതൊരു വിരമിക്കൽ വർഷം കൂടിയായിരിക്കും. അതെ, ഒരു ഫുട്ബോൾ, ലോക ഫുട്ബോളിലെ ഒരു തലമുറ മാറ്റം, നമ്മൾ രാഷ്ട്രീയത്തിലൊക്കെ പറയുന്നത് പോലെ ഒരു ഇതിഹാസങ്ങൾ വിരമിക്കുന്ന ഒരു ടൂർണമെൻ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ലോകകപ്പിന് ശേഷം മെസ്സി പിന്നീട് അന്താരാഷ്ട്ര ഫുട്ബോളിലുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇവരുടെയൊക്കെ പ്രായം 40-ന് പുറത്തേക്ക്. നെയ്മറാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ടീമിൽ ഇടം കണ്ടെത്തുന്നതിനും പരിക്ക് മൂലം വളരെ പ്രയാസമാണ്. ഇവർ മാത്രമല്ല, ഈ ഒരു ജനറേഷനിലുള്ള ഒട്ടുമിക്ക താരങ്ങളും ഈ ഒരു ഹാരി കെയ്ൻ ഒക്കെ പോലുള്ള ഒരുപാട് ഇതിഹാസ താരങ്ങൾ പേര് ഇപ്പോൾ നമ്മൾ നാഷണൽ ടീമിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു ഇപ്പോൾ പ്രതിരോധ നിരക്കാരാണെങ്കിൽ ഒരുപാട് പേര് ഈ തരത്തിൽ വിരമിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വിരമിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം. ഇതേ സമയം തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രിക്കറ്റിൽ ഇന്ത്യ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഒരുപാട് ആദ്യമായിട്ട് ഇന്ത്യക്ക് വിമൻസ് വേൾഡ് കപ്പ് 50 ഓവർ ODI വേൾഡ് കപ്പ് ലഭിക്കുന്നു. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ജമീമ റോഡ്രിഗസും സ്മൃതി മന്ദാനയും ഹർമൻപ്രീത് കൗറൊക്കെ കൂടി നേടിയ ഒരു ലോകകപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ചരിത്രമായിരുന്നു. യഥാർത്ഥത്തിൽ കപിൽ ദേവിൻ്റെ ഇന്ത്യ 83-ൽ എടുത്ത ലോകകപ്പിനോട് സമാനമായ ഒരു നേട്ടം തന്നെയായിട്ട് അതിനെ നമുക്ക് കാണാം. അതെ, കാരണം അത്രയും വർഷങ്ങൾക്ക് ശേഷം മിതാലി രാജിനൊന്നും കഴിയാത്തതാണ് ഹർമൻപ്രീത് കൗറും സംഘവും കൂടി നേടിയത്. അതൊരു വലിയൊരു ചരിത്ര നേട്ടമായിരുന്നു. അതുപോലെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് ലഭിച്ചൊരു വർഷമായിരുന്നു. ആ സമയത്ത് നമുക്കറിയാം വിരാട് കോഹ്ലി രോക്കോ സഖ്യത്തിൻ്റെ ആ ഒരു സംഭവം നമ്മൾ ആ സമയത്ത് ആഘോഷിച്ചൊരു ഇതായിരുന്നു. അതുപോലെ ഏഷ്യ കപ്പും ഏഷ്യ കപ്പ് ഒരിക്കലും നമ്മൾ മറക്കില്ല. കാരണം പാകിസ്ഥാനുമായുള്ള അത് കളിക്കൊപ്പം തന്നെ കളിക്ക് പുറത്തുള്ള കളികളും ഒരുപാട് കണ്ടതാണ്. ആ ട്രോഫി ഇപ്പോഴും ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ ജയിച്ചിട്ടും കപ്പ് കിട്ടാത്ത വളരെ അപൂർവമായ ഒരു സംഭവം കൂടി നടന്നതാണ്. ഹാൻഡ് ഷേക്ക് വിവാദവും എല്ലാം നടന്ന ഒരു ടൂർണമെന്റ് ആയിരുന്നു. അതൊരു
വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് എന്ന് കൂടെ അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ടെസ്റ്റിൽ ഇന്ത്യ ഒരുപാട് അടിപതറെങ്കിലും ക്രിക്കറ്റിൽ മറ്റു തലത്തിലേക്ക് നോക്കുമ്പോൾ ODI ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ വർഷമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത്. ഫുട്ബോളിലേക്ക് വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായ ഒരു വർഷം. അതിന് മുമ്പത്തെ വർഷത്തിന്റെ ഒരു ആവർത്തനം തന്നെയായിരുന്നു എന്ന് പറയാം. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേട്ടം എന്ന് പറയാനുള്ള ഒരു വർഷം സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അത് ഇക്കാര്യത്തിൽ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് നേരത്തെ ക്രൊയേഷ്യ ഒരു നമുക്ക് എന്താ പറയുക ഒരു ഉദാഹരണമായി എല്ലാവരും ലോക ഫുട്ബോളിൽ ചൂണ്ടിക്കാണിക്കാറുണ്ട്. കാരണം ക്രൊയേഷ്യയിലെ ഫുട്ബോൾ ഭരണാധികാരികൾ ഫുട്ബോൾ താരങ്ങൾ തന്നെയായി വന്നതോടുകൂടിയാണ് ലോക ഫുട്ബോളിൽ ക്രൊയേഷ്യ അടയാളപ്പെടുത്താൻ തുടങ്ങിയത് എന്നുള്ളതായിരുന്നു ഒരു പഠനം. അപ്പോൾ കല്യാൺ ചൗബയെ പോലുള്ള ഒരു മുൻ താരം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ തലപ്പത്തേക്ക് വരുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ആ തരത്തിലുള്ള ഒരു മാറ്റം ഇന്ത്യൻ ഫുട്ബോളിൽ വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിലെ ഗ്രാസ് റൂട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ കല്യാൺ ചൗബയ്ക്കെന്നല്ല ഈ ഒരു ഭരണസമിതിക്കും സാധിച്ചില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ്. നമ്മൾ വിദേശ കോച്ചിനെ കൊണ്ടുവന്നു, ഒരു ഫലവും കിട്ടിയില്ല. അതിന് കോച്ചുമായി പേഴ്സണലി എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നു. അദ്ദേഹം ഒരു പ്രസ് മീറ്റിൽ വന്നിട്ട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു, അതൊന്നും ഉൾക്കൊള്ളാൻ പോലും ഇന്ത്യൻ ഫുട്ബോൾ ഭരണാധികാരികളോ അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങളോ തയ്യാറായില്ല എന്നുള്ളതാണ്. അതായത് എന്താണോ ഇന്ത്യൻ ഫുട്ബോളിനെ വളർത്താൻ ആവശ്യമായത് അതിന് ഇപ്പോൾ ഫുട്ബോൾ ഭരണാധികാരികളുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇതിൽ കുറേ നയപരമായി എടുക്കേണ്ട തീരുമാനങ്ങൾ വരെയുണ്ട്. അതായത് നമുക്കറിയാം സമീപകാലത്ത് ഇന്ത്യയുടെയൊക്കെ സ്റ്റാൻഡേർഡിൽ നിന്നിരുന്ന കുറേ ടീമുകൾ, ഇപ്പോൾ ഒന്ന് ഉസ്ബെക്കിസ്ഥാൻ എടുത്തു നോക്കുക, അവർ ലോകകപ്പ് കളിക്കാൻ പോവാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇന്തോനേഷ്യ ആണെങ്കിലും വിയറ്റ്നാം, ഇവരൊക്കെ വരും കാലങ്ങളിൽ ഇന്ത്യക്ക് മുമ്പേ ലോകകപ്പ് കളിക്കും, അതിൽ യാതൊരു സംശയം വേണ്ട. അവരെല്ലാം എടുത്ത നയപരമായ കുറേ തീരുമാനങ്ങളുണ്ട്. അതായത് ഈ അതാത് രാജ്യങ്ങളുടെ പൗരത്വമുള്ള താരങ്ങളെ അല്ലെങ്കിൽ പഴയകാല ജനറേഷനിൽപ്പെട്ട ആളുകളുണ്ടാകും. അപ്പോൾ ഇന്തോനേഷ്യ ചെയ്തിട്ടുള്ളത് ഡച്ച് ടീമിൽ നിന്നുള്ള ഒരുപാട് താരങ്ങളെ അല്ലെങ്കിൽ ഡച്ച് നിന്നുള്ള ഒരുപാട് ആളുകളെ അവർ ടീമിലെടുത്തുകൊണ്ടാണ് അവർ ടീമിനെ ശക്തിപ്പെടുത്തിയത്. ആ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ പുതിയ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇന്ത്യൻ ടീമിനെ ശക്തിപ്പെടുത്താനുള്ള ഏക മാർഗം എന്നുള്ളതാണ്. പക്ഷെ അത്തരത്തിലുള്ളൊരു മാറ്റങ്ങൾക്കും നമ്മൾ ക്രിയാത്മകമായി ചിന്തിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. മാത്രമല്ല ഇന്ത്യയുടെ റാങ്ക് ഇപ്പോൾ നമ്മൾ ഈ ലോകകപ്പൊക്കെ നടക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് വെറും 2 ലക്ഷം ഉള്ള ജനസംഖ്യയുള്ള ലോകകപ്പ് കളിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഏതാണ്ട് ഇന്ത്യയുടെ ജനസംഖ്യയും ഫുട്ബോളിലെ ഇന്ത്യയുടെ റാങ്കും ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 146 എങ്ങാണ്ടാണ്. അത്ര ദയനീയമാണ് എന്നുള്ളത് നോക്കുക. മാത്രമല്ല ISL രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ ടൂർണമെൻറ്റ് ഈ വർഷം നടക്കുമോ നടക്കില്ലേ എന്ന് ഈ നിമിഷം വരെ പറയാൻ സാധിക്കില്ല നമുക്ക്. ഇനി ഉണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ ഫോർമാറ്റിൽ അത് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. എല്ലാ രാജ്യങ്ങളും പരമാവധി ലീഗ് ടൂർണമെൻറ്റുകൾ അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടിക്കൊണ്ട് അതിൻ്റെ കോമ്പറ്റീഷൻ കൂട്ടിക്കൊണ്ട് നടത്താൻ ഒരു നടപടി സ്വീകരിക്കുന്ന സമയത്ത് ഇന്ത്യ എന്താ ചെയ്യുന്നത്? നമ്മൾ വേറൊന്നുകൂടെ മനസ്സിലാക്കണം, ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നുകൂടിയാണ് നമ്മൾ. അവിടെയാണ് ഫുട്ബോൾ പോലുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കായിക ഇനത്തിന് ഫണ്ട് ചെയ്യാൻ നമുക്ക് സൗകര്യമില്ല എന്ന് നമ്മൾ കണ്ടെത്തുന്നത്. ഇത്തവണ ടൂർണമെൻറ്റ് കുറച്ചുകൊണ്ട് 2-3 വേദികളിലാക്കി ഈ ടൂർണമെൻറ്റ് നടത്താനുള്ള അതിദയനീയമായ അവസ്ഥയിലാണ് നമ്മുടെ അസോസിയേഷൻ. അതുകൂടെ പറഞ്ഞു പോകണം ഈ വർഷം പോകുമ്പോൾ വളരെ വിഷമത്തോടെ എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ദയനീയമായൊരു അവസ്ഥ തുടരുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് സുനിൽ ഛേത്രി തിരിച്ചു വന്നു, വീണ്ടും അദ്ദേഹം വിരമിച്ചു. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളും നമ്മൾ നടക്കും. ഇനിയും സുനിൽ ഛേത്രിയെ തന്നെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ. സുനിൽ ഛേത്രി എന്ന താരത്തിൻ്റെ കഴിവില്ലായ്മയല്ല, അദ്ദേഹം ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ്. പക്ഷേ നമുക്ക് ഇത്രയും കോടാനുകോടി വരുന്ന മനുഷ്യരിൽ നിന്ന് ഒരു 11 പേരെ വളർത്തിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ പ്രശ്നമാണല്ലോ. അപ്പോഴും സുനിൽ ഛേത്രിയിൽ തന്നെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത് എന്നുള്ള ഒരു മറുചിന്ത കൂടെ നമുക്ക് വേണം. തീർച്ചയായിട്ടും ഫുട്ബോളിൽ ലോകകപ്പ് വരാനിരിക്കുന്ന ഒരു വർഷമാണ് 2026. അപ്പോൾ പോലും ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അതീവ ദയനീയമായിട്ട് തുടരുന്നൊരു കാഴ്ചയാണ്. നേരെ നമ്മൾ ഈ വനിതാ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വർഷം ഇപ്പം ഈ ഫസ്റ്റ് തുടങ്ങുന്ന ഇവൻറ്റ് പിന്നെ നമ്മുടെ വനിതാ പ്രീമിയർ ലീഗാണ്. അതായത് ജനുവരി 9 മുതൽ ഫെബ്രുവരി 5 വരെ നീളുന്ന വനിതാ പ്രീമിയർ ലീഗ് വരുന്നു. അതിനൊപ്പം ജൂൺ 12 മുതൽ ജൂലൈ 5 വരെ പിന്നെ വനിതാ 2020 ലോകകപ്പും വരുന്നു. അപ്പോൾ വനിതകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു താരപരിവേഷം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരു കാലത്ത് നമുക്കൊരു പിന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഒരുപാട് കാലം നമ്മൾ പിന്നെ ഈ എന്താ പറയുക
വലിയ താരങ്ങളുടെ പേര് പോലും അറിയാത്തൊരു സമയമുണ്ടായിരുന്നു. ഇപ്പം നോക്കും നമുക്ക് എല്ലാവരുടെ പേര് അറിയാം. ജമീമ റോഡ്രിഗസിന്റെ ചരിത്രം നമുക്കറിയാം. അവരുടെ പിന്നെ അതുപോലെ പിന്നെ സ്മൃതി മന്ദാന അവരുടെ കല്യാണങ്ങളൊക്കെ ആഘോഷിച്ചൊരു വർഷമായിരുന്നു. കല്യാണം നടന്നില്ല, അതൊരു പക്ഷെ അത് നിരന്തരം വാർത്തയായിരുന്നു. സ്റ്റാർഡം ശരിക്കും എടുത്തു പറയേണ്ടതാണ്. അത് ഈ വർഷം അടുത്ത വർഷം കൂടുതൽ ആ തരത്തിൽ അവർക്ക് സ്റ്റാർഡം കിട്ടും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പ്രീമിയർ ലീഗ് വരുന്നു, അതോടൊപ്പം തന്നെ ലോകകപ്പ് കൂടി നടക്കുന്ന വർഷം എന്നുള്ള നിലയ്ക്ക് നേരത്തെ പുരുഷ താരങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടതുപോലെ തന്നെ വനിതാ താരങ്ങൾ, എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഇന്ത്യയുടെ പുരുഷ താരങ്ങളെയൊക്കെ അറിയുന്ന പോലെ തന്നെ ഇന്ത്യയുടെ വനിതാ ടീമിനെയും ഇപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന തരത്തിലേക്ക് അത്രയും ഒരുപക്ഷെ പുരുഷ താരങ്ങളെക്കാൾ സ്റ്റാർഡം ഉള്ള. അതെ, നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്നത് ഒരു 2015 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആകെ വനിതാ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ മിതാലി രാജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇക്കഴിഞ്ഞൊരു 5-8 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ സ്മൃതി മന്ദാന, ജമീമ റോഡ്രിഗസ്, അതുപോലെ റിച്ച ഘോഷ്, പിന്നെ ഹർമൻപ്രീത് കൗർ, അങ്ങനെ അവരുടെയൊക്കെ പേരുകൾ പഠിക്കുന്നു നമ്മളുടെ മനസ്സിൽ. അവർ കറക്റ്റായിട്ട് അതൊരു ഏൺ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം കഴിഞ്ഞ ഏകദിന ലോകകപ്പ് അവർ നേടിക്കഴിഞ്ഞൊരു അവസ്ഥയാണ്. അതുപോലെ ഈ വനിതാ പ്രീമിയർ ലീഗ് വരുമ്പോൾ നമുക്കറിയാം അത് എത്രത്തോളം വിമൻസ് ക്രിക്കറ്റിന് കുറച്ചുകൂടി പിന്നെ സഹായകമായിട്ടുണ്ട്. IPL നമ്മളെ ക്രിക്കറ്റിലുണ്ടാക്കിയ മാറ്റം നമുക്കറിയാം. അത് ഇപ്പം നമ്മൾ നിരന്തരമായി ഏതെങ്കിലും ഒരു താരത്തിന് അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ സ്ഥിരമായി ടീമിൽ ഷഫ്ലിംഗ് ആവശ്യം വരുന്നു എന്നുള്ളത് നിരന്തരമായി താരങ്ങളുടെ ഒരു വൈവിധ്യം അല്ലെങ്കിൽ ഈ പ്രതിഭയുടെ ധാരാളിത്തം ഉള്ളത് കൊണ്ടാണ്. ഒരേ പൊസിഷനിൽ തന്നെ 2-3 താരങ്ങളൊക്കെയാണ് ഇപ്പോഴുള്ളത്. മുമ്പ് വിക്കറ്റ് കീപ്പിങ്ങിൽ ഇന്ത്യക്ക് എത്ര താരങ്ങളാണ് ഉണ്ടായിരുന്നത്? നയൻ മോങ്കി എത്ര കാലം ഇന്ത്യയുടെ ഇപ്പൊ അങ്ങനെയാണോ? ഭയങ്കര മത്സരം നടക്കല്ലേ. അതേപോലെ തന്നെ ഈ വനിതാ ക്രിക്കറ്റ് വരുമ്പോൾ അക്കാര്യത്തിൽ വനിതാ ക്രിക്കറ്റിൽ അത്തരം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ പേർ കടന്നു വരും. അത് കൂടുതൽ കഴിവുള്ള താരങ്ങളെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് തന്നെ. ഫുട്ബോളിൽ നമുക്ക് സാധിക്കാത്തതും ക്രിക്കറ്റിൽ നമ്മൾ നടപ്പാക്കുന്നതും ഒരേ കാര്യമാണ്. അതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. റൂട്ട് ലെവലിലുള്ള മാറ്റങ്ങൾ ക്രിക്കറ്റിലാണ് കൃത്യമായി വരുന്നത്. അപ്പോൾ റൂട്ട് ലെവൽ പറയുമ്പോൾ അണ്ടർ-19 ലോകകപ്പും നമ്മുടെ ഫസ്റ്റ് ഇവന്റുകളിലൊന്നാണ്. ജനുവരി 15 മുതൽ ഫെബ്രുവരി 6 വരെ അണ്ടർ-19 ലോകകപ്പ് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വൈഭവ് സൂര്യവംശിയെ പോലുള്ള താരങ്ങൾ ഈ 19 വയസ്സാതിന് മുമ്പ് തന്നെ ഒരു സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അണ്ടർ-19 ലോകകപ്പ് പിന്നെ ഒരുപാട് ഇപ്പോൾ ആരോൺ ജോർജിനെ പോലുള്ള ആളുകൾ ഏഷ്യ കപ്പിൽ അവർ നടത്തിയ പ്രകടനം, അതായത് അണ്ടർ-19 ലോകകപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ആ ലോകകപ്പ് കഴിഞ്ഞിട്ട് വാർത്തകളിൽ വരുന്ന, എനിക്കൊക്കെ ഓർമ്മയുള്ളത് മുഹമ്മദ് കൈഫിന്റെ നേതൃത്വത്തിൽ നേടി, അല്ലെങ്കിൽ പിന്നെ ഒരു കോഹ്ലിയായിരുന്നു. അത് കളി കഴിഞ്ഞിട്ടൊക്കെയാണ്, കളി നടക്കുന്ന സമയത്തൊക്കെയാണ് നമ്മൾ അവരെ കുറിച്ച് അറിയുന്നത്. അവരുടെ പേര് പോലും വാർത്തകളിൽ കണ്ടിട്ടാണ് നമുക്ക് പരിചയം. പക്ഷെ ഈ പരമ്പര തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് വൈഭവ് സൂര്യവംശിയുടെ ചരിത്രം മുഴുവൻ അറിയാം. അപ്പൊ ഈ അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യയുടെ സാധ്യതകൾ എന്തായിരിക്കും? ഇപ്പോൾ ഏഷ്യ കപ്പിലെ പ്രകടനം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു താരവൈവിധ്യം ഇന്ത്യയുടെ ഓരോ ടീമിലും ഉണ്ട് ക്രിക്കറ്റിൽ. സ്വാഭാവികമായിട്ടും ആറൺ ജോർജിൻ്റെയൊക്കെ പ്രകടനം നമ്മൾ കണ്ടതാണ്. ഒരു മലയാളി താരം ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിക്കുന്ന മത്സരങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഒരു കിരീട പ്രതീക്ഷയോട് കൂടെ തന്നെയാണ്. ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആ മത്സരം കഴിഞ്ഞ് തൊട്ട് ഏതാനും 2-3 ദിവസം കഴിഞ്ഞാൽ ഇന്ത്യ 2020 ലോകകപ്പിന് ഇറങ്ങുന്നു എന്നുള്ളത് ശരിക്കും ഒരു ക്രിക്കറ്റ് ഫേവറിന്റെ ഒരു ടൈമാണ്. അപ്പോൾ ഈ വനിതാ അണ്ടർ-19 ലോകകപ്പ് വരുന്നു. അതിനുശേഷം 2020 ലോകകപ്പ് ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയാണ്. അപ്പോൾ ആ ലോകകപ്പ് നമുക്കറിയാം സഞ്ജു സാംസൺ അവസാന നിമിഷം ടീമിൽ സ്ഥിരപ്രതിഷ്ഠ നേടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചു. ആ ഒരു 37 റൺസിന് ശരിക്കും അയാളുടെ പിന്നെ കരിയറിന്റെ ആയുസ് നീട്ടിക്കൊടുക്കാനുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു. അതിനൊപ്പം തന്നെ ശുഭ്മാൻ ഗിൽ എന്ന നമ്മുടെ പ്രിൻസിനെ മാറ്റി വെട്ടിയിട്ടാണ് അവസാനം സഞ്ജു ടീമിൽ ഉറപ്പിച്ചത്. അപ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ സഞ്ജു കളിക്കുന്നു എന്നതിനൊപ്പം സഞ്ജു ടീമിൽ കഴിഞ്ഞ ലോകകപ്പ് സഞ്ജു കളിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും സഞ്ജുവിന് ടീമിൽ അവസരമുണ്ടായിരുന്നില്ല. സഞ്ജുവിന് ആ സമയത്ത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയൊക്കെ ഉള്ള സമയത്ത് എന്തായാലും ഉണ്ടാവില്ല എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിൽ തന്നെ സെറ്റ് ചെയ്തൊരു ലോകകപ്പായിരുന്നു. പക്ഷേ ഈ ലോകകപ്പിൽ അദ്ദേഹം ഓപ്പണറായിട്ട് ഇറങ്ങുന്നത് ഉറപ്പാണ്. ഓപ്പണറായിട്ട് ഇറങ്ങുമെന്ന് മാത്രമല്ല വിക്കറ്റ് കീപ്പർ എന്നുള്ള ഉണ്ടാവും. അപ്പോൾ നിർണായക റോളിൽ സഞ്ജു ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു ലോകകപ്പിന്റെ. അതായത് ഇന്ത്യ ലോകകപ്പ് കളിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം, സഞ്ജു കൂടി ആ ടീമിൽ ഉണ്ടാകുമ്പോൾ, ആ ടീം കപ്പെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വേറെ. നിലവില് ഇന്ത്യയെ വെല്ലാൻ 2020 മറ്റൊരു ടീം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പക്ഷേ സൂര്യകുമാർ യാദവിനെ പോലെ നമുക്ക് ഉണ്ട്. പക്ഷെ അഭിഷേക് ശർമ്മയെ പോലുള്ള താരങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഇതാക്കാം.
അതോടൊപ്പം തന്നെ ജസ്പ്രീത് ബുംറ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ് ലോക ക്രിക്കറ്റിൽ ഇപ്പോൾ. അതെ, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള അവസാന മത്സരത്തിലൂടെ ഇന്ത്യ നേടിയെടുത്ത ഒരു മേൽക്കൈയുണ്ട്. അതായത് പിന്നെ നമുക്കറിയാം, ഒരു വർഷം മുമ്പുള്ള വളരെ കൂളായിട്ട് 200-ന് മുകളിൽ റൺസ് സ്കോർ ചെയ്തിരുന്ന ഒരു ടീം ഇന്ത്യ ഉണ്ടായിരുന്നു 2020 ടീമിൽ. പക്ഷേ ശുഭ്മാൻ ഗിൽ വന്നപ്പോൾ ആ ഒരു കോമ്പിനേഷനാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ അവസാന മത്സരത്തോടെ ഇന്ത്യ വീണ്ടും ആ ഒരു കോമ്പിനേഷൻ തിരിച്ചു പിടിച്ചു. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ലോകകപ്പിലേക്ക് വരുന്നത്. അപ്പം ഹംസ പറഞ്ഞതുപോലെ നമുക്ക് തീർച്ചയായിട്ടും ഈ ലോകകപ്പ് സഞ്ജുവിന്റെ കൈകളിലൂടെ എത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു അവസരം തന്നെ ഉണ്ടാവട്ടെ എന്ന്. സഞ്ജുവിന് ഈ വർഷം മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. IPL അദ്ദേഹം മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്ക് IPL ആയിരുന്നു ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. വിസിൽ പോഡ് സഞ്ജുവിന്. മാത്രമല്ല IPL-ലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷം പിന്നെ 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ജേഴ്സി നമ്പർ 18 വിരാട് കോഹ്ലി കപ്പടിച്ചൊരു വർഷമായിരുന്നു. വിരാട് കോഹ്ലി ആദ്യമായിട്ട് IPL കിരീടം ഉയർത്തിയൊരു വർഷമായിരുന്നു. പക്ഷേ കായിക ചരിത്രത്തിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെന്റ് വിരാട് കോഹ്ലി കപ്പ് ഉയർത്തി നിൽക്കുന്ന ഒരു മൊമെന്റ് തന്നെയായിരുന്നു. അപ്പം ഈ വർഷത്തിലേക്ക് വരുമ്പോൾ ഈ IPL-ൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാമറൂൺ ഗ്രീൻ പോലൊരു താരം 25.20 കോടി രൂപയ്ക്കൊക്കെ വാങ്ങാൻ ആൾക്കാരുണ്ട്. കൊൽക്കത്ത വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ടീമുകളിൽ ഇപ്പോൾ സഞ്ജു ഒരുപാട് വർഷത്തെ സേവനത്തിന് ശേഷം രാജസ്ഥാൻ റോയൽസിൽ നിന്നും CSK-യിലേക്ക് വരുന്നു. മഹേന്ദ്ര സിംഗ് ധോണി പടിയിറങ്ങാൻ സാധ്യതയുള്ള ഒരു IPL-ലാണ്. പിന്നെ വിരാട് കോഹ്ലി വീണ്ടും ആ ഒരു കപ്പ് ഉയർത്താനുള്ള സാധ്യതയുണ്ടോ? എന്താണ് IPL-ൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ? IPL-ന്റെ ഒരു പ്രവചനം ഒന്നാമത് ഈ ലോകകപ്പിന് തൊട്ട് പിന്നാലെയാണ് IPL സീസൺ തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും അതിലൊരു പ്രകടനമൊക്കെ IPL-നും പ്രതിഫലിക്കും എന്നാണ്. കാരണം താരങ്ങളുടെ ഒരു ആത്മവിശ്വാസമൊക്കെ അതിൽ പ്രതിഫലിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നൊരു ടൂർണമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ഇപ്പോൾ ഈ വിരാട് കോഹ്ലിയുടെയൊക്കെ ഇപ്പം നമുക്ക് ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിൻ്റെ 2020 മാച്ച് കാണാൻ അവസരമില്ല. അപ്പോൾ നമ്മളൊക്കെ കൂടുതൽ ഉറ്റുനോക്കുന്നത് ഇവരുടെ ഒരു പ്രകടനം തന്നെയായിരിക്കും. കോഹ്ലിക്ക് വീണ്ടും കിരീടം കിട്ടണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ബാംഗ്ലൂർ ഫാനാണോ ആഗ്രഹം. കുറച്ച് കാലം RCB ഫാനാണോ? കോഹ്ലി ഫാനാണ് ആക്ച്വലി. അപ്പോൾ സ്വാഭാവികമായിട്ടും RCB ആയിരിക്കുമല്ലോ. അപ്പോൾ പക്ഷേ സഞ്ജു കളിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു മലയാളി സ്നേഹം കൂടി കടന്നു വരാം. ഞാൻ മുംബൈ ഫാനാണ്. രോഹിത് ശർമ്മയുടെ അവരും എന്താ പറയാ, അവരും ഒരു വലിയൊരു കാലഘട്ടത്തിലുള്ള കഴിഞ്ഞ സീസണിൽ അത്ര ബെറ്റർ ആയിരുന്നു. പക്ഷെ അവസാന മത്സരങ്ങളിലൊക്കെ മികച്ച ഫോമിൽ കളിച്ചു. അവർ ഫോമിലേക്ക് തിരിച്ചെത്തുന്നു. അല്ലെങ്കിൽ ആ ഒരു കോംബോ, ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി സെറ്റായി വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ മാത്രമല്ല, പക്ഷേ ഈ ഇപ്രാവശ്യം നോക്കുമ്പോൾ CSK വലിയൊരു എതിരാളികളായിട്ടുണ്ട്. പിന്നെ എല്ലാവരും നല്ല ഫോമിൽ തന്നെ നല്ല താരങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ IPL എന്തായാലും IPL സ്വാഭാവികമായിട്ടും ആരാധകരെ ത്രില്ലടിപ്പിക്കും. അത് ലോകകപ്പ് കൂടി ഇന്ത്യ നേടിയതിന് ശേഷമാണെങ്കിൽ അതിൻ്റെ ആവേശം ഒരല്പം കൂടും. പിന്നെയുള്ളത്, നമ്മൾ ഓഗസ്റ്റ് 14 മുതൽ ഓഗസ്റ്റ് 30 വരെ ഹോക്കി ലോകകപ്പും ഈ വർഷം നടക്കുന്നു എന്നുള്ളതാണ്. അതായത് ലോകകപ്പുകളുടെ വർഷമാണ്. ഫുട്ബോൾ ലോകകപ്പ്, ഹോക്കി ലോകകപ്പ്, ക്രിക്കറ്റ് ലോകകപ്പ്. അപ്പോൾ ഹോക്കി ലോകകപ്പും ഈ വർഷം നടക്കുന്നുണ്ട്. പിന്നെ കോമൺവെൽത്ത് ഗെയിംസ് ആണ് പിന്നെയുള്ളത്. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 2 വരെ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് കുറച്ച് പ്രതീക്ഷയൊക്കെയുള്ള ഒരു ഗെയിംസ് ആണ്. ഇന്ത്യ കപ്പടിച്ച് കുറേ പേര് കപ്പടിച്ച ചരിത്രമൊക്കെ. ഇന്ത്യക്ക് കൂടുതൽ ഗോൾഡ് മെഡലൊക്കെ കിട്ടുന്ന, പ്രത്യേകിച്ച് ഷൂട്ടർമാരൊക്കെ ആണെങ്കിലും കുറച്ച് മെഡലൊക്കെ കിട്ടുന്ന. പിന്നെയുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ മെയ് 24 മുതൽ ജൂൺ 7 വരെ ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നു. അതുപോലെ വിംബിൾട്ടൺ ഉണ്ട്, വിംബിൾട്ടൺ ടെന്നീസ് ഉണ്ട്, US ഓപ്പൺ ഉണ്ട്. അങ്ങനെ ടെന്നീസ് ലോകത്തും ഒരുപാട് ഇവന്റ്സ് ഉണ്ട്. അൽക്കാരസും സിന്നറും തന്നെ ഇത്തവണയും മേധാവിത്വം പുലർത്തുമോ എന്നാണ് എല്ലാവരും. ഈ ജോക്കോവിച്ച് കഴിഞ്ഞ പ്രാവശ്യം മൊത്തത്തിലൊന്ന് അടിതെറ്റിയൊരു വർഷമായിരുന്നു തോന്നുന്നു. കാരണം ജോക്കോവിച്ച് നമുക്കറിയാം, ഏത് വർഷവും ഏതെങ്കിലും ഒരു കിരീടം അദ്ദേഹം നേടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ അധികാരുടെ വിടവാങ്ങൽ എന്ന് പറയുമ്പോൾ ജോക്കോ കൂടെ വാങ്ങുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു വർഷം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഈ വർഷത്തെ പ്രകടനത്തെ കൂടെ ആശ്രയിച്ചായിരിക്കാം അത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ 2026 എന്ന് പറയുമ്പോൾ ഒരു കായിക വർഷം തന്നെയാണ്. ഹോക്കി ലോകകപ്പ് ഉണ്ട്, ക്രിക്കറ്റ് ലോകകപ്പ് 2 ഉണ്ട്, പിന്നെ ഫുട്ബോൾ ലോകകപ്പ് വരുന്നു, അതുപോലെ പിന്നെ കോമൺവെൽത്ത് ഗെയിംസ് വരുന്നു, അതുപോലെ പിന്നെ ടെന്നീസ് ഇവൻസും മറ്റും IPL വരുന്നു. 2 IPL, വിമൻസ് IPL-ഉം മെൻസ് IPL-ഉം വരുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു കായിക വർഷമാണ് 2000. അതിനു മുമ്പ് തന്നെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ഫൈനലിസ്മ വരുന്നുണ്ട് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ. മാർച്ചിൽ ഖത്തറിൽ വെച്ച് സ്പെയിനും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ള ഒരു കാര്യം കൂടെയുണ്ട്. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ലാമിൻ യമാൽ, മെസ്സിയുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എന്ന് നമ്മളെല്ലാവരും വിചാരിക്കുന്ന, അല്ലെങ്കിൽ അടുത്ത കാലഘട്ടത്തിൽ ലോക ഫുട്ബോളിനെ ഭരിക്കും, അതെ, ഇതിഹാസങ്ങളെല്ലാം വിരമിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന വർഷമാണ്. അപ്പോൾ
പിന്നീട് ലോക ഫുട്ബോളിനെ അടക്കി വാഴാനൊക്കെയുള്ള ആളുകളിൽ ഒരാളാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പോരാട്ടം എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ മാർച്ചിലാണത് വരുന്നത്. അതെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സംഭവബഹുലമായ ഒരു വർഷം തന്നെയായിരിക്കും 2026. 2025 ഒരു വലിയൊരു വർഷമായിരുന്നു കായിക ചരിത്രത്തിൽ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയ വർഷമായിരുന്നു. പക്ഷേ ഫുട്ബോളിൽ ഇന്ത്യ അടിപതറിയ വർഷമായിരുന്നു. ലോക മൊത്തത്തിലുള്ള കായിക വേദി നോക്കുകയാണെങ്കിലും ഒരുപാട് ഇവൻറ്റ്സ് ഒക്കെ നടന്ന വർഷമാണ്. പക്ഷേ ഈ 2026 എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന വർഷം ലോകകപ്പുകളുടെ വർഷമാണ്. ആ ലോകകപ്പുകളുടെ വർഷത്തിൽ ഒരുപാട് കായിക മൊമെൻറ്റ്സ് നമ്മുടെ മുമ്പിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനൊപ്പം തന്നെ അധികാരായ പലരും വിരമിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ 2026 നമുക്ക് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ആകാംക്ഷയോടെ തന്നെ വരവേൽക്കാം.